പ്രിയപ്പെട്ട സബർമതി അക്കാഡമിയിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സബർമതി അക്കാഡമി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയാണ് അത് ചരിത്രത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സെക്രട്ടറി വളരെ വിശദമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നെഹ്റു എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടണം എന്നുള്ള വിഷയമാണ്. ഞാൻ വിചാരിക്കുന്നത് തീർത്തും പ്രസക്തമായ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ആദ്യമായി നമ്മൾ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. ഒരുപക്ഷെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സംഘപരിവാർ ഒരു വലിയ പ്രചരണത്തിന്, പ്രൊപ്പഗാൻഡയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ തുടക്കം കുറിച്ച ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് നെഹ്റു മുക്ത ഭാരതം എന്നാണ് സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് എന്നാണ്. കാരണം നെഹ്റുവിനെ ഒഴിവാക്കിക്കൊണ്ടൊരു കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് ഇല്ലാതെ ഒരു നെഹ്റുവും ഇല്ല എന്നുള്ളത് നമ്മളുടെ മുമ്പിൽ ചരിത്രം അനാവരണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരാശയം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം, ഇന്ത്യ ആസ് എൻ ഐഡിയ എന്ന് പറയുന്നത് ഒരു പക്ഷേ തീർത്തും അവകാശപ്പെട്ടിരിക്കുന്നത് നെഹ്റുവിനാണെന്നാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു 5 തരത്തിൽ ഇന്ത്യ ആസ് എൻ ഐഡിയ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്നുള്ള നിലയിൽ അതിനുവേണ്ടി നെഹ്റുവിൻ്റെ സംഭാവന എന്തായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, നമ്മൾ ഇന്ന് കാണുന്ന കഴിഞ്ഞ 10-77 വർഷക്കാലമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൊണ്ടു നടക്കുന്ന ഒരു ജനാധിപത്യം, അതിൽ നെഹ്റുവിൻ്റെ പങ്ക് എന്താണ്, അതിൻ്റെ സംഭാവന എന്താണ്? നമ്മൾ ഇന്ന് ഏറ്റവും അധികം വിമർശനത്തിന് വിധേയമായതോ അല്ലെങ്കിൽ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വലിയ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളുടെ മതേതര സങ്കല്പമാണ്. ആ മതേതര സങ്കല്പത്തിന്, മതേതരത്വത്തിന് നെഹ്റു നൽകിയ സംഭാവന എന്താണെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിന്, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകൾക്ക് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലൂടെ നൽകപ്പെട്ട സംഭാവന എന്താണ് എന്നുള്ളത്. ഈ രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, ഒരുപക്ഷെ ശാസ്ത്രത്തിൻ്റെ രംഗത്ത് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രാവബോധം ഉണ്ടാക്കുന്നതിന് നെഹ്റു നൽകിയ സംഭാവന. അങ്ങനെ ഒരു 5 പില്ലറുകളിൽ നെഹ്റു എങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തെ ബലപ്പെടുത്തിയെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ വളരെ ഒരു കടൽ പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സബ്ജക്റ്റ്. അതിനകത്തിരുന്ന് വളരെ ചെറിയ രീതിയിലെങ്കിലും അതിനെക്കുറിച്ച് അവലോകനം ചെയ്യാനോ വിശകലനം ചെയ്യാനോ ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര കാലത്ത്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, ആ മഹത്തായ പ്രസ്ഥാനത്തിന് പ്രധാനപ്പെട്ട ഒരു ആരോപണം നെഹ്റുവിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരേണ്ടിയിരുന്ന ആൾ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു എന്നും, എന്നാൽ നെഹ്റു ഒരു പിൻവാതിൽ നിയമനമാണ് നടത്തപ്പെട്ടത് പ്രധാനമന്ത്രിയായി എന്നുള്ള നിലയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗാൻഡ രാജ്യവ്യാപകമായി സംഘപരിവാറിൻ്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, അങ്ങനെയാണോ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ പ്രമേയങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നിലോ പിന്നിലോ നിന്ന് പ്രവർത്തിച്ച അതിൻ്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് നെഹ്റു ആയിരുന്നു എന്ന് നമുക്ക് കാണാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1931 കറാച്ചി സമ്മേളനം നടക്കുന്നത് കോൺഗ്രസിൻ്റെ. ആ സമ്മേളനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ തൂക്കിലേറ്റപ്പെട്ട കാലഘട്ടത്തിൽ കറാച്ചിയിൽ ഗാന്ധി ചെന്നിറങ്ങുമ്പോൾ ഗാന്ധിയെ വളഞ്ഞ് ഗാന്ധിക്കെതിരെ ഗോബാക്ക് മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കപ്പെട്ടൊരു സമ്മേളനമാണ് കറാച്ചി സമ്മേളനം എന്ന് പറയുന്നത്. ആ കറാച്ചി സമ്മേളനത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് മൗലികാവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നുണ്ട്. നമ്മളുടെ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത് മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിളുകളാണ്. ആ മൗലികാവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രമേയം 1931 കറാച്ചി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് അവതരിപ്പിച്ച മനുഷ്യൻ്റെ പേര് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്നാണ്. ആ ഗാന്ധിക്ക് ആ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ആ പ്രമേയം തയ്യാറാക്കി കൊടുത്ത മനുഷ്യൻ്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്ന് നമ്മൾ അറിയണം. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗം ആരംഭിക്കുന്നത്.
അത് കഴിഞ്ഞ് 1949 നവംബർ മാസത്തോടുകൂടി ആ യോഗം അവസാനിക്കുമ്പോൾ ആ യോഗത്തിൽ വച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിളുകളായിരുന്നു. പക്ഷെ ആ ആർട്ടിക്കിളുകൾ, മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിളുകൾ പിന്നീട് 10-16 വർഷത്തിന് ശേഷം 1931 നിന്ന് സഞ്ചരിച്ച് 46 ശേഷം എത്തുമ്പോഴാണ് നമ്മളത് ഭരണഘടനയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത് എന്ന് പറയുമ്പോൾ അന്ന് എത്ര ദീർഘദർശിത്വത്തോടു കൂടിയാണ് അത് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര അത്ഭുതത്തോടു കൂടിയാണ് നമുക്കത് കാണാൻ സാധിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് നെഹ്റു എത്രമാത്രം സ്വയം വിമർശനത്തോടു കൂടിയാണ് തന്നെ സമീപിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. 1936-ലും 37-ലും തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി മാറിയ ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അങ്ങനെ തുടർച്ചയായി 2 തവണ അധ്യക്ഷനായി മാറിയപ്പോൾ നെഹ്റു തന്നെ ചാണക്യ എന്ന പേരിലാണ്, ഒരു അപരനാമത്തിലാണ് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിരുന്നത്. അത് നെഹ്റു ആയിരുന്നു എന്ന് പിന്നീട് മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലായുള്ളൂ. അങ്ങനെ ചാണക്യ എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിലെല്ലാം തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വിമർശനാത്മകമായി സമീപിക്കുന്ന ലേഖനങ്ങളായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു ലേഖനത്തിനകത്ത് 1937 അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിനകത്ത്, രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, പ്രസിഡന്റായി തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിനകത്ത് പറയുന്നത് സീസറിസം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അബ്സല്യൂട്ട് ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യം എന്നുള്ള നിലയിലാണ് സീസറിസം എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സീസറിസം പടിവാതിൽക്കലുണ്ട്, അത് നെഹ്റുവിനും പോലും അത് ബാധകമായിരിക്കും എന്ന് പറഞ്ഞാണ് ആ ലേഖനം സ്വന്തമായി വിമർശിക്കാൻ വേണ്ടി നെഹ്റു ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എത്രമാത്രം അങ്ങനെയുള്ള ഒരു ഭരണാധികാരികളുണ്ട് ഈ രാജ്യത്തിനകത്ത് നമ്മൾ ആലോചിച്ച് നോക്കൂ. സ്വയം വിമർശനം പോയിട്ട് മറ്റുള്ളവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ പോലും ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള കുഞ്ഞു മനസ്സുകളോട് ജീവിക്കുന്ന ആളുകളുള്ള ഈ രാജ്യത്തിനകത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വയം വിമർശനത്തിന് വിധേയമായി കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 1938 കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കും ഹരിപുര എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നത്തെ ഗുജറാത്തിലാണ്. ആ ഹരിപുര സമ്മേളനത്തിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യമായി. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനും വലിയൊരു പ്രത്യേകതയുണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ. ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ ഇത്രമാത്രം ശക്തമായി, ഇത്രമാത്രം ടാർഗറ്റ് ചെയ്ത് നെഹ്റുവിനെ ആക്രമിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു ഉത്തരങ്ങളിൽ ഒന്ന്, ഒരു പക്ഷേ 1925 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് RSS. ആ RSSകാരനും ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിനകത്ത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കാമായിരുന്നു. മുസ്ലിം ലീഗുകാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാമായിരുന്നു. 1905 മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും മുഹമ്മദ് അലി ജിന്ന എത്രയോ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയ നേതാവായി തുടർന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു ധാരയാണ്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ധാരയാണ്. ആ ധാരയ്ക്കകത്തേക്ക് എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കാം എന്നുള്ള ഒരു സംജ്ഞ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിനകത്ത് 1938 ആവുമ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കും. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി മാറിയ കാലഘട്ടത്തിനകത്ത് നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും കൂടി എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്ന്, ഈ പ്രസ്ഥാനത്തിനകത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഇനി RSSകാരനോ മുസ്ലിം ലീഗുകാരനോ മെമ്പർഷിപ്പ് ഉണ്ടാവില്ല എന്ന തീരുമാനമായിരുന്നു. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് RSS എങ്ങനെയാണ് 90 വർഷക്കാലം ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കഴിഞ്ഞ 90 വർഷത്തിലധികമായി 2014 മുമ്പ് അല്ലെങ്കിൽ വാജ്പേയിയുടെ കാലഘട്ടത്തിന് മുമ്പ് അകറ്റി നിർത്തപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ ഒന്ന് നിൽക്കുന്നത് 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത തീരുമാനമാണ്. അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് RSSന് BJP എന്ന് പറയുന്ന ഒരു സംഘടന വേണ്ടി വരുമായിരുന്നില്ല. അവർ ഹൈജാക്ക് ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മറ്റൊരു പ്രസ്ഥാനമാക്കി മാറ്റുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ അധികാരത്തിലേക്കുള്ള കടന്നുവരവിനെ 70 വർഷക്കാലത്തോളം തടഞ്ഞു നിർത്തിയ മനുഷ്യന്മാരുടെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് നെഹ്റുവാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയത് കൊണ്ടാണ് അവർ നെഹ്റുവിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നെഹ്റുവിന് പകരം അവർക്ക് എടുക്കാവുന്ന ഒരു കള്ളം പറഞ്ഞു പോലും നെഹ്റുവിനെ മോഷ്ടിക്കാൻ പറ്റാത്ത അത്രയും നിലയിൽ RSSന് നെഹ്റുവിനോടുള്ള വിരോധം നിൽക്കുന്നത് അവിടെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നയാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്ത ആളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രിയായി മാറ്റിയ ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നയാൾ. ആ പട്ടേലിനെ മോഷ്ടിക്കാൻ RSSന് പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഹിന്ദു മതത്തിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് അവർണ വിഭാഗങ്ങൾക്ക്
കേൾക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അവർ കേൾക്കുന്ന പീഡനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ച ആളാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ എന്ന് നമ്മൾ അറിയണം. ആ അംബേദ്കറിനെ മോഷ്ടിക്കാൻ സംഘപരിവാറിന് പറ്റി എന്ന് പറയുന്നിടത്ത് ഏറ്റവും തീവ്രമായ ലെഫ്റ്റിസ്റ്റ് നിലപാട് സ്വീകരിച്ചിരുന്ന ഭഗത് സിംഗിനെ മോഷ്ടിക്കാൻ സംഘപരിവാറിന് സാധിച്ചു. അപ്പോഴും എന്തുകൊണ്ടാണ് നെഹ്റുവിനെ മോഷ്ടിക്കാൻ ശ്രമിക്കാത്തത് എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നെഹ്റുവിനെ മോഷ്ടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലാണ് നെഹ്റു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് അത്രമാത്രം ദാർഢ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. 38 ഹരിപുര സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് സുഭാഷ് ചന്ദ്രബോസിനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിന് ശേഷം ഗാന്ധിജി ഒറ്റ കൊല്ലം മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നിട്ടുള്ളൂ, 1924. അതിനു മുമ്പോ അതിനുശേഷമോ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നിട്ടില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 1939 ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും തുടർച്ചയായി 2ാമത് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാവാൻ മധ്യപ്രദേശിലെ ത്രിപുരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സമ്മേളനം നടക്കുന്നത്. ഒരു കൊച്ചു ഗ്രാമമാണ് ത്രിപുരി എന്ന് പറയുന്നത്. അവിടെ സുഭാഷ് ചന്ദ്രബോസ് 2ാമതും തുടർച്ചയായി തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അവിടെ ഗാന്ധിയുടെ അനുഗ്രഹാശിസ്സുകളോടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കും. ആന്ധ്രാപ്രദേശത്ത് നിന്നുള്ള പട്ടാഭി സീതാരാമയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കോൺഗ്രസിന്റെ ചരിത്രകാരനാണ് പട്ടാഭി സീതാരാമയ്യ. 1935 വലിയ വോള്യം പുസ്തകം, വലിയ വോള്യത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ ആളാണ് പട്ടാഭി സീതാരാമയ്യ. ആ പട്ടാഭിയെയാണ് ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടുകൂടി. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്തുണയോടുകൂടി സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി മാറിയപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, തോറ്റത് പട്ടാഭിയല്ല, ഞാനാണെന്ന് ഗാന്ധി പറയുന്നുണ്ട്. പക്ഷേ പട്ടേൽ ആ അധികാര സ്ഥാനം തുടരുന്നില്ല. അദ്ദേഹം 3-4 മാസങ്ങൾക്ക് ശേഷം രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് 1939 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കപ്പെടുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചരിത്രത്തിൻ്റെ ബാക്കി പത്രത്തിലിരുന്നാണ് നമ്മൾ നെഹ്റുവിനെ കുറിച്ച് ആലോചിക്കാൻ ശ്രമിക്കുന്നത്, നെഹ്റുവിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു നോക്കും. 1946 ഡിസംബർ 9 ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗം ആരംഭിച്ചതിന് ശേഷം 4 ദിവസത്തിന് ശേഷം 13-ാം തീയതി ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. ആ പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയ പണ്ഡിറ്റ് നെഹ്റു ആണെന്ന് നമ്മൾ അറിയണം. ആ പ്രമേയത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം ഇന്ന് തെരുവോരങ്ങളിൽ മുഴുവനും വായിക്കപ്പെടുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് പൗരത്വ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ മുതലാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ ബോധ്യമുണ്ടാകാൻ ശ്രമിച്ചു തുടങ്ങിയതെന്ന് നമ്മൾ അറിയണം. അങ്ങനെ ആ ആമുഖം ഈ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ വായിക്കപ്പെട്ടപ്പോൾ അതിലെ ആദ്യത്തെ വാചകം തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രമേയം അതിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. അത് ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയമായി, ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയമായിട്ടാണ് ആ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത്. അത് അവതരിപ്പിച്ച മനുഷ്യൻ്റെ പേര്, അത് തയ്യാറാക്കിയ മനുഷ്യൻ്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ അവതരിപ്പിച്ച പ്രമേയം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന പ്രമേയത്തിന് ഒരു ഭേദഗതി വരും. HV കാമത്ത് എന്ന് പറയുന്നയാളാണ് ആ ഭേദഗതി നിർദ്ദേശിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമാണ് കാമത്ത്. അദ്ദേഹം പറയും, ഞങ്ങൾ ഒരു നല്ല കാര്യം ആരംഭിക്കുകയാണ് ഈ രാജ്യത്ത്. ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു തുടക്കമാണ്, ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ തുടക്കത്തിൻ്റെ രേഖയാണ് ഭരണഘടന. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളൊരു മതരാജ്യമാണ് എന്നുള്ള വാക്കാണ് HV കാമത്ത് ഉപയോഗിക്കുന്നത്. നമ്മളൊരു മതരാജ്യമാണ്, നമ്മൾ ദൈവവിശ്വാസികളുടെ രാജ്യമാണ്. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഭേദഗതി നിർദ്ദേശിക്കും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വാചകത്തിന് മുമ്പ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കാനെന്ന് HV കാമത്ത് പറയും. പക്ഷേ ആ ഭേദഗതി പിന്നീട് തള്ളപ്പെടുന്നു വോട്ടിനിട്ട്. ആ ഭേദഗതി വന്നപ്പോൾ പൂർണിമ ബാനർജി എന്ന് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം പറയും, ദൈവത്തെക്കുറിച്ച് ഇവിടെ ഒരു വോട്ടെടുപ്പ് വേണ്ട, മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ദൈവം പരാജയപ്പെടുകയും മനുഷ്യൻ ജയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് എന്ന് പൂർണിമ ബാനർജി പറഞ്ഞെങ്കിലും HV കാമത്ത് തൻ്റെ ഭേദഗതിയിൽ ഉറച്ചു നിൽക്കും. അത് വോട്ടിനിടും. 41-നെതിരെ 68 വോട്ടുകൾക്ക് നമ്മൾ അന്ന് തീരുമാനിക്കും ഈ രാജ്യം എന്ന് പറയുന്നത്
ഇവിടുത്തെ മതവിശ്വാസിക്കും മതവിശ്വാസിയല്ലാത്തയാൾക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നയാൾക്കും ദൈവത്തിൽ വിശ്വസിക്കാത്തയാൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന് നമ്മൾ അന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ 77 വർഷക്കാലം നമ്മൾക്ക് ഒരു മതേതര സമൂഹമായി നടന്നു തീർക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ അറിയണം. അതിൻ്റെ പിതാവായി നിൽക്കുന്നയാളുടെ പേര് പണ്ഡിറ്റ് നെഹ്റു ആണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്രയോ പൊതു തെരഞ്ഞെടുപ്പുകൾ നമ്മൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് 1952 ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ 52 ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഈ രാജ്യം പോകുന്ന അവസരത്തിൽ നമ്മൾ ഓർക്കുക, 47 നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. 48 ജനുവരി 30 നമ്മൾ നമ്മളുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊല്ലും. അങ്ങനെ തീർത്തും അസ്ഥിരമായ ഒരു രാജ്യത്ത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരു രാജ്യത്ത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അഭയാർത്ഥികളായി ഇരു രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് ഗാന്ധി വെടിയേറ്റ് മരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ആലോചിക്കുക, ആ രക്തത്തിന്റെ കറയുണങ്ങും മുമ്പ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു പ്രമേയം പാസാക്കി. അതിന്റെ പേര് കൽക്കട്ട തിസീസ് എന്നാണ്. BT രണദിവയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സെക്രട്ടറി ആയിരുന്നയാൾ. ആ പ്രമേയത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞത് സമ്പൂർണ്ണ സായുധ വിപ്ലവമാണ് ഈ രാജ്യത്തിന് വേണ്ടത്, ഈ ജനാധിപത്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സായുധ വിപ്ലവത്തിന് കമ്മ്യൂണിസ്റ്റുകാർ പ്രമേയം പാസാക്കിയ ഒരു രാജ്യത്തിനകത്തിരുന്നാണ്, ഒരു ചോരയ്ക്ക് ഉള്ളിലകത്തിരുന്ന് ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ രാജ്യം ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോയതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ഒരാൾ എന്ന് പറയുന്നത് അംബാനിയോ അദാനിയോ ഒക്കെയാണ്. അന്നും ഈ രാജ്യത്തിനകത്ത് വലിയ മുതലാളിമാരുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ടാറ്റയെ പോലെ ബിർളയെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് അനിൽ അംബാനിയോ മുകേഷ് അംബാനിയോ ചെയ്യുന്ന ഒരു വോട്ടിനും ഈ രാജ്യത്തെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ ചെയ്യുന്ന വോട്ടിനും ഒരേ മൂല്യമാണെന്ന് നമ്മൾ അറിയണം. നോക്കൂ, 1952 മുമ്പ് ഈ രാജ്യത്ത് വോട്ടവകാശം ഉണ്ടായിരുന്ന ആളുകൾ 21 വയസ്സുകാരനായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അന്ന് വോട്ടവകാശം ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഭൂമിയുള്ള ആളുകളായിരുന്നു, ജമീന്ദാർമാർക്കായിരുന്നു. കരമടക്കുന്ന ആളുകൾക്ക് മാത്രം വോട്ടവകാശം ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിനകത്തിരുന്ന് നെഹ്റു ആണ് പറയുന്നത് എഡൽട്ട് ഫ്രാഞ്ചൈസിനെ കുറിച്ച്. നെഹ്റു ആണ് ചിന്തിക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച്. അങ്ങനെ 1951 ജനപ്രാതിനിധ്യ നിയമം പാസ്സാക്കിയെടുക്കുമ്പോൾ നമ്മൾ വെച്ച കണ്ടീഷനുകളിൽ ഒന്ന്, അതിൻ്റെ സെക്ഷനുകളിൽ ഒന്ന്, 21 വയസ്സ് പൂർത്തിയായ ഏതൊരു സ്ത്രീക്കും പുരുഷനും ഈ രാജ്യത്തിനകത്ത് വോട്ടവകാശം ഉണ്ടാവുമെന്നാണ്. അങ്ങനെ വോട്ടവകാശത്തിലേക്ക് പോയ ഒരു രാജ്യത്തിനകത്ത് 1952 നെഹ്റു ജയിച്ചു വരുന്നത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അവിടെ നമ്മൾ കാണും. ഓർത്തു നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്തെ ഹിന്ദുത്വ സംഘടനകൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണുണ്ടായിരുന്ന 1952 ഒന്നാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ വിഭജിച്ചു പോയപ്പോൾ അവശേഷിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ട രാജ്യമല്ല എന്നും ഇത് മുഴുവൻ ആളുകൾക്കും, ഈ മണ്ണിനകത്ത് ജീവിക്കുന്ന ഈ രാജ്യത്തോട് പ്രതിപത്തിയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള രാജ്യമാണെന്ന് തീരുമാനിച്ചെടുത്താണ് നമ്മൾ ഒന്നാമത്തെ 52 പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്പോഴും 52 പൊതുതെരഞ്ഞെടുപ്പിൽ ഫൂൽപൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിനകത്താണ് നെഹ്റു മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ കാണുന്ന യോഗി ആദിത്യനാഥ് ഉണ്ട് ഉത്തർപ്രദേശിൽ. ആ ഉത്തർപ്രദേശിലാണ് ഫൂൽപൂർ എന്ന് നിൽക്കുന്നത്. അവിടെയാണ് നെഹ്റു മത്സരിക്കുന്നത്. ആ യോഗി ആദിത്യനാഥിന്റെ വേഷം നമ്മൾക്കറിയാം, കാവ്യ വസ്ത്രധാരിയാണ് യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥിന്റെ 52 പതിപ്പിന്റെ പേര് പ്രഭൂദത്ത് ബ്രഹ്മചാരി എന്നാണ്. ആ പ്രഭൂദത്ത് ബ്രഹ്മചാരി കാവ്യ വസ്ത്രം അണിഞ്ഞാണ് നെഹ്റുവിനെതിരെ മത്സരിക്കുന്നത്. നെഹ്റുവിനെതിരെ ഉണ്ടായിരുന്ന ഈ രാജ്യത്തെ പ്രതിപക്ഷങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഭൂദത്ത് ബ്രഹ്മചാരി എന്നാണ്. അദ്ദേഹമാണ് പറയുന്നത് 1950കളിൽ ഈ 52 പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ചരിത്രം കുറച്ച് ഞാൻ പറയാം. അന്ന് അംബേദ്കർ ആയിരുന്നു ഈ രാജ്യത്തിന്റെ നിയമവകുപ്പിന്റെ മന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ രാജ്യത്ത് ഒരു ബില്ല് പൈലറ്റ് ചെയ്യാൻ ശ്രമിച്ചു നെഹ്റുവിന്റെ സഹായത്തോടു കൂടി. ആ ബില്ലിന്റെ പേര് ഹിന്ദു കോഡ് എന്നാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ വിവാഹത്തെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ അനന്തരാവകാശങ്ങളെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ ദത്തവകാശങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള നിയമം, ഒരു സമഗ്രമായ നിയമം ഉണ്ടാകണം. ജാതികൾ ഒരുപാടുള്ളതാണ് ഹിന്ദു മതത്തിനകത്ത്. ഇന്ന് നമ്മൾക്ക് ജാതികൾ വിട്ട് പരസ്പരം കല്യാണം കഴിക്കുമ്പോഴും ആ മാരേജിന്, ഇപ്പോഴും ആ കല്യാണത്തിന് നിയമപരമായ സാധുതയുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് ഇതെല്ലാം പറ്റുമെന്നുള്ള രീതിയിൽ ഒരു ഹിന്ദു മാരേജ് ആക്ട് ഈ രാജ്യത്തിനകത്ത് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അറിയണം. അന്ന് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത പ്രസ്ഥാനത്തിന്റെ പേര് RSS ആണെന്ന് നമ്മൾ ഓർക്കണം. അന്ന് പ്രഭൂദത്ത് ബ്രഹ്മചാരിയെ പോലുള്ള ആളുകൾ പ്രചരിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന് മേലെ നെഹ്റു അണുബോംബ് വർഷിച്ചിരിക്കുന്നു എന്നാണ്. നോക്കൂ, സ്ത്രീകൾക്ക്
സ്വത്തിന്മേൽ അവകാശം ഉണ്ടായിട്ടില്ലാത്ത ഒരു രാജ്യത്തിനകത്ത്, മരുമക്കത്തായം പോലുള്ള സമ്പ്രദായങ്ങൾ ഒരുപക്ഷെ കേരളത്തിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഈ പറയുന്ന അവകാശങ്ങൾ ഇല്ലാതിരുന്ന ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും സ്വത്തിനകത്ത്, ഒസ്യത്ത് എഴുതി വെക്കപ്പെടാത്ത സ്വത്തിനകത്ത് തുല്യാവകാശമുണ്ടെന്നുള്ള ഹിന്ദു സക്സഷൻ ആക്ട് കൊണ്ടുവന്നത്, ഹിന്ദു അനന്തരാവകാശ നിയമം നെഹ്റു കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ആ നെഹ്റു മകളായ ഇന്ദിരയ്ക്ക് റോയൽറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകൾ ഇന്ന് ഹിന്ദു സ്ത്രീകൾക്ക് ഹിന്ദു പുരുഷന്മാരോടൊപ്പം തുല്യത അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് നെഹ്റുവിനോടാണ്. ഹിന്ദുമതം ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ബുദ്ധമതം സ്വീകരിച്ച അംബേദ്കറിനോടാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ 1952 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നെഹ്റുവിനെതിരെ മത്സരിച്ച പ്രഭുദത്ത് ബ്രഹ്മചാരി നടത്തിയ പ്രചരണം ഹിന്ദുത്വയ്ക്ക് വേണ്ടിയായിരുന്നു എന്നോർക്കുക. പക്ഷേ ആ ഹിന്ദുത്വയ്ക്ക് വേണ്ടി പ്രചരണം നടത്തിയ പ്രഭുദത്ത് ബ്രഹ്മചാരിയെ ഫൂൽപൂർ നിയോജക മണ്ഡലത്തിനകത്ത് തോൽപ്പിച്ചാണ് നെഹ്റു പാർലമെന്റിലേക്ക് എത്തുന്നത്. അവിടെ നമ്മൾ ഓർക്കേണ്ടത് 364 സീറ്റുമായി 489 364 സീറ്റുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ രാജ്യത്തെ 3 ഹിന്ദുത്വ സംഘടനകൾ ഉണ്ടായിരുന്നു. രാമരാജ്യ പരിഷത്ത്, ജനസംഘം, അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ. ഈ 3 ഹിന്ദുത്വ സംഘടനകൾക്കും കൂടി കിട്ടിയ ഏറ്റവും വലിയ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 പേർക്കും കൂടി 10 സീറ്റ് മാത്രമായിരുന്നു എന്ന് നമ്മൾ ഓർത്തു നോക്കും. ഈ രാജ്യത്തെ ഹിന്ദുത്വ സംഘടനകൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണുണ്ടായിരുന്ന 1950കളിൽ പോലും അവരെ ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ സോപാനത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഈ രാജ്യത്തെ ജനങ്ങൾ കാണിച്ച വലിയൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. ആ സെൻസിറ്റിവിറ്റിയുടെ പേരാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന് പറയുന്നത്. നോക്കൂ, അങ്ങനെ അകറ്റി നിർത്താൻ ത്രാണി കൊടുത്തത്, ഈ രാജ്യത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ, മതേതരത്വത്തിന്റെ പക്ഷത്ത് നിന്ന് നയിക്കാൻ നെഹ്റു ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ അറിയണം. ആ നെഹ്റു ലുധിയാനയിൽ വെച്ചാണ് 1ാമത്തെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത്. പഞ്ചാബിലാണ് ലുധിയാന എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞു, വർഗീയതയ്ക്കെതിരെ മതേതരത്വത്തിന് ഒരു വോട്ട് എന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, അങ്ങനെ പച്ചയ്ക്ക് മതേതരത്വം പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ വർഗീയതയുടെ കാലുഷ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിനകത്തേക്ക് പച്ചയ്ക്ക് മതേതരത്വം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ധൈര്യം കാണിച്ച നെഹ്റു, ആ ധൈര്യം കാണിച്ച നെഹ്റുവിലൂടെയാണ് കഴിഞ്ഞ 77 വർഷക്കാലം ഈ രാജ്യം സഞ്ചരിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. 64 അദ്ദേഹം മരിക്കുന്നത് വരെയും ആ അധികാരത്തിന്റെ 4 അയലത്തേക്ക് എത്തി നോക്കാൻ ഈ രാജ്യത്തെ സംഘപരിവാർ സംഘടനകൾക്ക് സാധിക്കാതെ പോയി എന്നുള്ളിടത്താണ് നെഹ്റു എത്രമാത്രം അവർക്ക് അപ്രാപ്യനായി മാറുന്നതെന്നും എത്രമാത്രം അവർക്ക് ശത്രുതയുള്ള ആളായി മാറുന്നതെന്നും നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്നിപ്പം നമ്മൾ പട്ടാളത്തെക്കുറിച്ച്, ഇപ്പം നമ്മൾക്കറിയാം, നമ്മളുടെ രാജ്യത്തെ ധീരമായി പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പട്ടാളത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മളിൽ നിന്ന്, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് മുറിഞ്ഞു പോയതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് എൻ്റെ അവസാനത്തെ ശ്വാസം വരെയും ഞാൻ അതിനെ എതിർത്ത് നിൽക്കുമെന്ന് പറഞ്ഞയാൾ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയായിരുന്നു. അദ്ദേഹത്തിനോട് ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, ബംഗാളിലേക്ക് പുറപ്പെടും മുമ്പ് ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നവഖാലിയിലേക്ക് പോകും മുമ്പ്, ബാപ്പു, ഏതാനും ദിവസങ്ങൾക്കപ്പുറത്തൊരു 2 രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഈ 2 രാഷ്ട്രങ്ങളോടെന്ന് ചോദിക്കുമ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, രണ്ടും എൻ്റെ മാതൃരാജ്യങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു പാകിസ്ഥാനാണ് ഇന്ന് നമ്മൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ വളക്കൂറുള്ള മണ്ണാക്കി അവരുടെ മണ്ണിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതും എന്ന് പറയുന്നിടത്താണ് നമ്മൾക്ക് സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മളുടെ രാജ്യത്തിൻ്റെ പട്ടാളം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പട്ടാളവും നമ്മളുടെ പട്ടാളവും ഒന്നായി നിന്നിടത്താണ് 47-ൽ നമ്മളെ വിഭജിച്ച് 2 പട്ടാളങ്ങളാക്കി മാറ്റുന്നത്. 50 മുതൽ പാകിസ്ഥാനകത്ത് പട്ടാള ഭരണമായിരുന്നു, എത്രയോ ദീർഘമായ വർഷക്കാലം എന്ന് നമ്മൾ ഓർക്കും. അപ്പോഴും ഇന്ത്യ രാജ്യത്തിനകത്ത് 1 മണിക്കൂർ പോലും നമ്മളുടെ രാജ്യത്തെ പട്ടാളം ഭരിച്ചില്ല എന്ന് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എപ്പോഴെങ്കിലും തേടിയിട്ടുണ്ടോ? ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഈ രാജ്യത്തിൻ്റെ 1ാമത്തെ ആളായി മാറുന്നത്, കമാൻഡർ ഇൻ ചീഫായി നിൽക്കുന്നത്, അല്ലെങ്കിൽ പട്ടാള മേധാവിയായി നിൽക്കുന്നത് റോയ് ബുച്ചർ എന്ന് പറയുന്ന പട്ടാളക്കാരനായിരുന്നു, ഇംഗ്ലീഷുകാരനായിരുന്നു. അത് കഴിഞ്ഞാണ് ജനറൽ കരിയപ്പ ഈ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോഴും 1 വർഷത്തേക്ക് മാത്രം നിൽക്കുമ്പോഴാണ് കമാൻഡർ ഇൻ ചീഫ് ഉണ്ടാകുന്നത്. നെഹ്റുവിന് മനസ്സിലായി, അന്ന് കമാൻഡർ ഇൻ ചീഫ്മാർക്ക് ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. മന്ത്രിമാർ ഇരിക്കുന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിനകത്ത് യൂണിഫോമിൽ
ഒരു പട്ടാള മേധാവി ഇരിക്കുകയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾക്ക് എസ്സോ നോയോ പറയാനോ അല്ലെങ്കിൽ ഒരു തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വെക്കാനോ ഒരു പട്ടാളക്കാരന് സാധിക്കുമെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അപകടത്തിൽപ്പെടുത്തുമെന്ന് തോന്നിയിടത്താണ് കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന പദവി എടുത്തു കളയുന്നതും ഈ രാജ്യത്തെ 3 പട്ടാളങ്ങൾക്ക് വായുസേനയ്ക്കും വ്യോമസേനയ്ക്കും പട്ടാളത്തിനും കൂടി കരസേനയ്ക്കും കൂടി 3 മേധാവിമാരെ സൃഷ്ടിച്ചു കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു പട്ടാള അട്ടിമറിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിൽക്കുന്നത് അവിടെയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. അത്ര ബോധപൂർവം ഡിസൈൻ ചെയ്തെടുക്കപ്പെട്ടത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഇപ്പോഴും ജനാധിപത്യം അവശേഷിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അകത്തിരുന്നു കൊണ്ടാണ് നമ്മൾ നെഹ്റുവിനെ കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു നോക്കൂ. ഒപ്പം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ രാജ്യത്തുണ്ടാക്കിയ സുപ്രധാനമായ പല പദ്ധതികളും ഈ രാജ്യത്തിൻ്റെ ശാസ്ത്രാവബോധത്തെ ഉണർത്താൻ പറ്റാവുന്ന രീതിയിൽ ഈ രാജ്യത്തെ മഹത്തായ IIT-കൾക്ക് രൂപം കൊടുത്തത്, ഈ രാജ്യത്തെ മഹത്തായ IIM-കൾക്ക് രൂപം കൊടുത്തത്, ഈ രാജ്യത്തെ അറ്റോമിക് റിസർച്ച് സെൻ്ററുകൾക്ക് രൂപം കൊടുത്തത്, ഈ രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകൾക്ക് രൂപം കൊടുത്തത്, എല്ലാം തന്നെ ഏറ്റവും സുപ്രധാനമായ അസ്ഥിവാരങ്ങൾ മുഴുവനും ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇട്ട മനുഷ്യൻ്റെ പേര് ഈ രാജ്യത്തിൻ്റെ 1ാമത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നെഹ്റു ആണെന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത രാജ്യത്തിനകത്തിരുന്ന് നമ്മൾ നെഹ്റുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നെഹ്റുവിനെ കുറിച്ച് ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ, ഏറ്റവും മോശമായ ഭാഷയിലാണ് സംഘപരിവാർ സംഘടനകൾ അതിൻ്റെ പ്രചരണം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രചരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അദ്ദേഹം സുന്ദരിയായ ഒരു സ്ത്രീയുടെ കവിളത്ത് ഉമ്മ കൊടുക്കുന്ന ചിത്രത്തിന് താഴെ സംഘപരിവാർ ഹാൻഡിലുകൾ എഴുതി വയ്ക്കുന്ന ഒരു ചോദ്യം നോക്കൂ. എത്രമാത്രം സ്ത്രീ ലംബടനാണ് ഈ രാജ്യത്തിൻ്റെ 1ാമത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു എന്നാണ് സംഘപരിവാർ സംഘടനകളുടെ ഹാൻഡിലുകളിൽ ചോദിക്കുന്ന ചോദ്യം. ഏതാണ് ഈ സ്ത്രീ എന്ന് പലർക്കും അറിയാതെ പോകുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു. നെഹ്റുവിൻ്റെ സഹോദരിയുടെ പേര് വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നാണ്. ആ വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ മകളുടെ പേര് നയൻതാര സൈഗാൾ എന്നാണ്. നോക്കൂ, റഷ്യയുടെ ഈ രാജ്യത്ത് സോവിയറ്റ് യൂണിയൻ്റെ 1ാമത്തെ അംബാസിഡർ ആയിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആ വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ മകൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ചെല്ലുന്ന അമ്മാവനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നറിയുക. മരുമകളെ കണ്ട സന്തോഷത്തിന് മരുമകളുടെ കവിളിൽ ഉമ്മ കൊടുക്കുന്ന അമ്മാവൻ്റെ ചിത്രത്തിന് താഴെയാണ് ഈ രാജ്യത്തെ സംഘപരിവാർ ഹാൻഡിലുകൾ ചോദിക്കുന്നത്. നോക്കൂ, മറ്റേതോ ഒരു സ്ത്രീയെ ഉമ്മ വയ്ക്കുന്നത് പോലെ ചോദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സംഘപരിവാർ സംഘടനകൾ ചോദിക്കുന്ന ചോദ്യം എത്രമാത്രം സ്ത്രീലമ്പടനാണ് ഈ രാജ്യത്തിൻ്റെ 1ാമത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു എന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ എത്രയോ കാര്യങ്ങളിൽ നെഹ്റുവിനെ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ പോകുമ്പോൾ പോലും ആദ്യം പറയുന്ന കാര്യങ്ങളിലൊന്ന് നെഹ്റുവിനെ കുറിച്ചായിരിക്കും. നെഹ്റുവാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ള നിലയിൽ, കാശ്മീരിൻ്റെ വിഷയത്തിന് ഉത്തരവാദി നെഹ്റുവാണ് എന്നുള്ള നിലയിലൊക്കെ പറയും. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാശ്മീർ യഥാർത്ഥത്തിൽ കാശ്മീരിനെ സറണ്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്, കാശ്മീരിനെ യഥാർത്ഥത്തിൽ സറണ്ടർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പട്ടേലിനെ പോലുള്ള ആളുകൾ പറയുന്നത്. കാരണം പട്ടേലിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഹൈദരാബാദും ജുനഗഡും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കണമെന്നും കാശ്മീർ നമുക്ക് വിട്ടുകളയാമെന്നുമാണ്. അതൊരു പ്രശ്നബാധിത സ്ഥലമാണ് എന്നുള്ള രീതിയിലോ അതിൻ്റെ സംസ്കാരം എന്നുള്ള രീതിയിലോ ഒക്കെ നമ്മൾക്ക് യോജിക്കാത്ത രീതിയിലാണെന്നൊക്കെ ഉള്ളൊരു സങ്കല്പത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. പക്ഷേ നെഹ്റുവിൻ്റെ നിർബന്ധമായിരുന്നു കാശ്മീർ ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്നുള്ളത്. കാരണം വൈകാരികമായി ഏറെ അടുപ്പം തനിക്ക് ഉള്ള കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ തന്നെ ഉണ്ടാകണമെന്നുള്ളത് നെഹ്റുവിൻ്റെ നിർബന്ധമായിരുന്നു. ആ നെഹ്റുവിൻ്റെ നിർബന്ധത്തിന് പുറത്താണ് ഈ പറയുന്ന ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറിയത് എന്ന് നമ്മൾ അറിയണം. പക്ഷെ ഇപ്പോഴും കാശ്മീരിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം നെഹ്റു ആണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് യഥാർത്ഥത്തിൽ നെഹ്റു അല്ല എന്നും അതിന് മറ്റു പല കാരണങ്ങളും ഉള്ളതുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ചൈനയുമായി യുദ്ധമുണ്ടാകുമ്പോൾ, ചൈനയുമായി എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ സംഘപരിവാർ സംഘടനകൾ ആദ്യം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക നെഹ്റുവിനെ ആയിരിക്കുമെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ നെഹ്റുവിനെ കുറ്റം പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് കൃത്യമായ സമയങ്ങളിൽ ചൈന എപ്പോഴൊക്കെ ഇന്ത്യൻ പ്രദേശങ്ങളെ ഇൻവേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, ചൈന എപ്പോഴൊക്കെ ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഉള്ള പരിമിതികൾക്കകത്തിരുന്നു കൊണ്ട് ധീരോദത്തമായി അതിനെ ചെറുക്കാൻ ശ്രമിച്ച ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ, അതിനെ കൃത്യമായ അവസരങ്ങളിൽ ഈ രാജ്യത്തെ അറിയിക്കാൻ ശ്രമിച്ച ഭരണാധികാരി എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചപ്പോഴും ഈ രാജ്യത്തിൻ്റെ പാർലമെന്റിനെ വിളിച്ചുകൂട്ടി
A to Z കാര്യങ്ങൾ പാർലമെന്റിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച തീർത്തും ജനാധിപത്യവാദിയായ ഒരു ഭരണാധികാരിയായിരുന്നു നെഹ്റു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഒരു സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി മനസ്സ് കാണിച്ചില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്തെ സർവകക്ഷികളുടെ യോഗം വിളിച്ചപ്പോൾ പോലും പ്രധാനമന്ത്രി അതിനകത്തുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യത്തിനകത്തിരുന്നാണ് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു നോക്കൂ. ഇവിടെ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം വലിയ രീതിയിൽ RSS നെഹ്റുവിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം നിൽക്കുന്നതിൽ ഒരു പങ്ക് ഒരുപക്ഷെ RSSനെ നിരോധിച്ചെടുത്ത് നിൽക്കുന്നു എന്നുകൂടി നമ്മൾ അറിയണം. 1948 ജനുവരി 30 ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാത്തൂറാം വിനായക് ഗോഡ്സെക്ക് RSSന്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനിയൻ തന്നെ പിന്നീട് നൽകിയ അഭിമുഖത്തിനകത്ത് സമ്മതിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ വളർന്നതിനേക്കാൾ കൂടുതൽ RSSനകത്താണ് വളർന്നത് എന്ന് ഗോപാൽ ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിനകത്ത് ഫ്രണ്ട് ലൈനിന് കൊടുത്ത അഭിമുഖത്തിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള RSS ഈ രാജ്യത്തിനകത്ത് ഗാന്ധിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ ഉപപ്രധാനമന്ത്രിയായ ആദ്യത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ന് നമ്മൾ ഓർത്തു നോക്കണം. 1948 സെപ്റ്റംബർ 11 വല്ലഭായ് പട്ടേൽ ഒരു കത്തെഴുതുന്നുണ്ട് ഗോൾവാൾക്കറിന്. 48 ഫെബ്രുവരി മാസം 4-ാം തീയതി RSS ഗാന്ധി വധത്തോടനുബന്ധിച്ച് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തുടരെ ഗോൾവാൾക്കർ ഈ കത്ത് പട്ടേലിന് എഴുതിയപ്പോൾ പട്ടേൽ 1948 സെപ്റ്റംബർ 11 തിരിച്ച് ഗോൾവാൾക്കർക്ക് എഴുതിയ ഒരു കത്തിനകത്ത് പറയുന്ന വാചകങ്ങൾ ഞാൻ പറയാം. RSSനെ ചൊല്ലി സഹതാപത്തിൻ്റെ ഒരു അണുപോലും സർക്കാരിനോ പൊതുജനങ്ങൾക്കോ ഇല്ല. ഗാന്ധിജിയുടെ വധത്തിന് ശേഷം RSS ആഹ്ലാദം പ്രകടിപ്പിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തതോടെ രാജ്യത്ത് RSSനോടുള്ള എതിർപ്പ് പാരമ്യതയിലെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ RSSനെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ചുമതലയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആ കത്ത് അവസാനിപ്പിക്കുന്നത്. നോക്കൂ, അങ്ങനെ കത്തെഴുതാൻ തയ്യാറായ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലും മോഷ്ടിച്ച് തങ്ങളുടെ ഒരു പ്രതീകമാണെന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ആലോചിച്ചു നോക്കൂ. നെഹ്റുവിനെ ഒരിക്കൽ പോലും അവർക്ക് അതിൻ്റെ സമീപത്തേക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നെഹ്റുവിനെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അതാണ് നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ മഹിമ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ആ കാലഘട്ടത്തിനകത്ത് എങ്ങനെയാണ് ഇന്ത്യയെ രൂപപ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടി ഞാൻ പറയാം. VS ഖണ്ഡേൽക്കർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP 1955 പാർലമെന്റിനകത്ത് ഹിന്ദു കോഡ് ഡിസ്കഷൻ ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം കാലാതിവർത്തിയായ വാചകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്: യാഥാസ്ഥിതികർക്ക് അധികാരം കിട്ടിയാൽ അവർ കോൺഗ്രസ് ചെയ്ത എല്ലാ സുഹൃതികളും ഇല്ലാതാക്കാൻ പാകത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യും. പുതിയ ചില മൗലികാവകാശങ്ങൾ അവർ എഴുതി ചേർക്കും. എല്ലാ ഹിന്ദു സ്ത്രീകൾക്കും ഭർത്താവിൻ്റെ ഉജ്ജ്വലമായ ചിതയിൽ കത്തിയെരിയാനുള്ള അവകാശമുണ്ടെന്ന് അവർ പ്രഖ്യാപിക്കും. പശു ഒരു ദിവ്യ മൃഗമാണെന്ന് പ്രഖ്യാപിക്കുകയും ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും സകലരോടും പശുവിനെ പൂജിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് VS ഖണ്ഡേൽക്കർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP 1955 ഹിന്ദു കോഡ് ബിൽ ചർച്ച ചെയ്യുമ്പോൾ പാർലമെന്റിനകത്താണെന്ന് നമ്മൾ അറിയണം. 2025 എത്തി നിൽക്കുമ്പോൾ 1955 ഖണ്ഡേൽക്കർ പറഞ്ഞ വാചകത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് ഈ രാജ്യത്തിനകത്ത് എന്ന് നമ്മൾക്ക് ബോധ്യമാവും. ഒപ്പം ഈ രാജ്യത്തിനകത്തിരുന്ന് നമ്മൾ നെഹ്റുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നെഹ്റു നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു വലിയ കടലിൻ്റെ ആഴവും പരപ്പുമുള്ള ആ നെഹ്റുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം മാത്രം എടുത്താണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള കാലത്തും സംഘപരിവാർ സംഘടനകളോടുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലോ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലഘട്ടത്തിനകത്തോ ഞങ്ങൾക്ക് നെഹ്റുവിനെ ഇത്രമാത്രം ആഴത്തിൽ പഠിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ നെഹ്റുവിനെയും ഗാന്ധിയെയും പട്ടേലിനെയും ആസാദിനെയും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെയും രാജേന്ദ്ര പ്രസാദിനെയും ഒക്കെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നതിന് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ നന്ദിയുള്ളത് RSSനോടാണ്. കാരണം RSS ഇത്രമാത്രം വ്യാജ പ്രചരണങ്ങൾ ഒരുപക്ഷെ ചരിത്ര അപനിർമ്മിതി ഈ രാജ്യത്തിനകത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ
ഈ രാജ്യത്തിൻ്റെ എത്രയോ തലമുറകൾക്ക് ഈ രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യത്തെക്കുറിച്ച്, അതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകളെക്കുറിച്ച്, ഒരുപക്ഷെ ആ ഏടുകൾക്ക് നിറം പകരാൻ ശ്രമിച്ച മനുഷ്യന്മാരെക്കുറിച്ച് ഓർത്തു നോക്കൂ. നമ്മൾ 3259 ദിവസക്കാലം ഈ രാജ്യത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ കഴിഞ്ഞയാളാണ് ഈ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നെഹ്റു എന്നുള്ള ചരിത്രം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ വിവിധ ഘട്ടങ്ങളിലായി 3259 ദിവസക്കാലം ഈ രാജ്യത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ ഹോമിക്കുമ്പോൾ തൻ്റെ യൗവന കൗമാരങ്ങൾ മുഴുവനും, ഈ രാജ്യത്തിൻ്റെ പുഷ്കലമായ തൻ്റെ ജീവിതത്തിലെ സമയം ഈ രാജ്യത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ ഒരു മനുഷ്യൻ കഴിഞ്ഞുകൂടുമ്പോൾ 9.5 വർഷക്കാലം വരും ആ 3259 ദിവസക്കാലം എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഉണ്ടായ നെഹ്റുവാണ്, അങ്ങനെ ജയിലിൽ കിടന്ന മനുഷ്യനാണ് ഈ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി മാറുന്നത്. ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ പിൻവാതിലിലൂടെ കടന്നു വന്നയാളല്ല രാജ്യത്ത് നെഹ്റു അധികാരത്തിലേക്ക് എന്നറിയുക. 1942 വാർധയിൽ സമ്മേളനം നടക്കുമ്പോൾ ജൂലൈ മാസത്തിൽ ഗാന്ധി പറയും, ഞാനും നെഹ്റുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പലരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. വെള്ളത്തിനകത്ത് നമ്മളൊരു വടിയെടുത്തടിച്ച് ആ വെള്ളത്തെ വിഭജിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തെ വിഭജിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം സദസ്സിനോട് ഗാന്ധിജി ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇഴുകിച്ചേർന്നതാണ് ഞാനും നെഹ്റുവും എന്ന്. എന്നിട്ട് ഗാന്ധി പറയുന്നൊരു വാചകമുണ്ട്, ഞാനില്ലാതെയായാൽ എനിക്ക് ശേഷം എൻ്റെ ഭാഷയിൽ ജവഹർലാൽ സംസാരിക്കും, എൻ്റെ ആശയങ്ങൾ തുടരാൻ ജവഹർലാലിനുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് 1942 വാർധയിൽ വെച്ച് ഗാന്ധിജിയാണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെയാണ് നെഹ്റുവിനെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി ഗാന്ധിജി നിർദ്ദേശിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. ഒരുപക്ഷെ ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പാരമ്പര്യം, ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ താൻ ഏൽപ്പിക്കുന്ന ഏറ്റവും ബലിഷ്ഠമായ കരങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ ബാഹുവായി മാറിയിരുന്ന, തൻ്റെ തോളായി മാറിയിരുന്ന ഈ നെഹ്റുവാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് എന്നുള്ള ബോധ്യം ഗാന്ധിജിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം നെഹ്റുവിൻ്റെ പേര് നിർദ്ദേശിക്കാൻ ശ്രമിച്ചത് എന്നുകൂടി നമ്മൾ അറിയണം. ഒരുപക്ഷെ നെഹ്റുവില്ലാത്ത ഇന്ത്യക്കകത്തിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നെഹ്റുവിനോളം RSSനെ മനസ്സിലാക്കാൻ സാധിച്ച ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഒരുപക്ഷെ പുതിയ കാലത്ത് രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആശയപരമായാണ് RSSനെ പ്രതിരോധിക്കേണ്ടതെന്നും അവർ പുലർത്തുന്ന ആശയങ്ങളാണ് ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നതെന്നും അതിനെതിരെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതെന്നുമുള്ള ആശയ പ്രചരണത്തിനുള്ള ഒരു വേദി ഒരുക്കലാണ് പുതിയ കാലത്തെ കോൺഗ്രസ് ചെയ്യേണ്ടതെന്നും, ഒരുപക്ഷെ അധികാരം എന്നുള്ളത് ഒരുപക്ഷെ വളരെ ദൂരത്തായിരിക്കാം, അത് തന്നെ ചഞ്ചലപ്പെടുത്തുന്നേയില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ ലിജീഷ് കുമാറിൻ്റെ പുസ്തകത്തിനകത്ത് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചൊരു വാചകം എഴുതിയിട്ടുണ്ട്. കഞ്ചാവ് എന്ന് ലിജീഷ് കുമാറിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ആദ്യത്തെ അധ്യായം മോഹൻലാലിനെ കുറിച്ചാണ്. പിന്നീടുള്ള അധ്യായങ്ങളിലൊന്നിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ലിജീഷ് കുമാർ പറയുന്നുണ്ട്, മഹാവിജയങ്ങളുടെ കൊടുമുടിയിൽ ഈ മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ തോറ്റുപോയവൻ്റെ ജാഥ മുന്നിൽ നിന്ന് നയിക്കുന്നത് കാണാം ഈ മനുഷ്യനെന്ന്. ഒരുപക്ഷെ തോറ്റുപോയവൻ്റെ ജാഥ ഇപ്പം നയിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ മാതൃക എന്ന് പറയുന്നത് RSSനെതിരെയുള്ള പോരാട്ടത്തിൽ മാതൃക എന്ന് പറയുന്നത്, ജനാധിപത്യത്തിന്റെ സങ്കല്പത്തിന്റെ മാതൃക എന്ന് പറയുന്നത്, മതേതര സങ്കല്പത്തിന്റെ മാതൃക എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, നെഹ്റു ആണ് എന്നുള്ളിടത്താണ് അത് ചെന്ന് നിൽക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള അവസരങ്ങളിലും ഒരുപക്ഷെ ദീർഘമായ കാലങ്ങളിൽ പ്രത്യേക വിഷയങ്ങളെടുത്ത് നെഹ്റുവിനെ നമ്മൾക്ക് പഠിക്കാനും നെഹ്റുവിനെ നമ്മൾക്ക് ഉൾക്കൊള്ളാനും നെഹ്റുവിനെ കുറിച്ച് നമ്മൾക്ക് നമ്മളുടെ ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒക്കെ സാധിക്കും. ഇതൊരു ചർച്ചയുടെ വേദിയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് നെഹ്റുവിൻ്റെ ആശയങ്ങൾ ഉണ്ടാവണം, നമ്മൾക്ക് ഗാന്ധിയൻ സങ്കല്പങ്ങൾ ഉണ്ടാകണം. അതൊക്കെ ചേർന്ന ഒരു ഇന്ത്യക്കകത്ത് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് നമ്മൾ അറിയണം. ഇന്ത്യൻ പതാക ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച മനുഷ്യൻ്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ്. ആ പതാകയ്ക്ക് 3 നിറങ്ങൾ വന്നു ചേർന്നതിന് വലിയൊരു ചരിത്രമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് എന്ന് നമ്മൾ അറിയണം. നിസ്സഹകരണ സമരം വലിയ രീതിയിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ബാപ്പുവിൻ്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരും. അയാളുടെ പേര് പിംഗലി വെങ്കയ്യ എന്നാണ്. അയാൾ വന്ന് ഗാന്ധിയോട് പറയും, ബാപ്പു എല്ലാ സംഘടനകൾക്കും അവരുടെ മുമ്പിൽ പിടിക്കാൻ ഒരു പതാകയുണ്ട്, നമ്മൾക്കും ഒരു പതാക വേണമെന്ന് പറയുമ്പോൾ ബാപ്പുവാണ് അദ്ദേഹത്തോട് പറയുന്നത്, എങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ ഒരു പതാക ഉണ്ടാക്കൂ എന്ന് പറയുമ്പോൾ 3.5 മണിക്കൂർ നേരം മാത്രമേ എടുത്തുള്ളൂ പിംഗലി വെങ്കയ്യക്ക് ഒരു പതാക ഉണ്ടാക്കാൻ. ബാപ്പു ഒരു കാര്യം കൂടി പറഞ്ഞു പിംഗലി വെങ്കയ്യോട്, അങ്ങനെ ഒരു പതാക ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നിറങ്ങൾ അതിനകത്തുണ്ടാകണമെന്ന് പറഞ്ഞു. നോക്കൂ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനസംഖ്യ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനവിഭാഗം ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന നിറം എന്നുള്ള നിലയിൽ നമ്മളുടെ ദേശീയ പതാകയുടെ മുകൾ ഭാഗത്ത് ഇന്ന് കാണുന്ന കാവി നിറം വരും. രണ്ടാമത്തെ ഏറ്റവും വലിയ ജനവിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അവരെ പ്രതിനിധീകരിക്കുന്ന നിറം എന്നുള്ള നിലയിൽ പച്ച നിറം വരും. ഈ 2 നിറങ്ങൾ ചേർത്ത് വെച്ച് പിംഗലി വെങ്കയ്യ ഒരു പതാക ഉണ്ടാക്കി ഗാന്ധിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ബാപ്പു പറയും,
ഈ 2 സമുദായങ്ങൾ മാത്രമല്ലല്ലോ ഈ രാജ്യത്തിനകത്തുള്ളത്. 0.001% മാത്രമുള്ള പാർസിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. എങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന നിറം എന്നുള്ള നിലയിൽ ഞാനൊരു നിറം അങ്ങോട്ടേക്ക് നിർദ്ദേശിക്കാം. അതാണ് വെള്ള നിറം. നോക്കൂ, ആ 3 നിറങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ 1921 വിശാഖപട്ടണം കോൺഗ്രസിനകത്ത് ഒരു പതാക ഉണ്ടാക്കിയപ്പോൾ ആ പതാകയുടെ തണലിലിരുന്നാണ് നമ്മൾ ഇന്ന് ഈ രാജ്യത്ത് 77 വർഷക്കാലം പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് നമ്മൾ അറിയണം. ആ പതാകയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 80% ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന കാവി നിറത്തിന്റെ അതേ നീളത്തിലും വലിപ്പത്തിലും തന്നെയാണ് 0.001% മാത്രമുള്ള പാർസിയെ പ്രതിനിധീകരിക്കുന്ന വെള്ള നിറത്തിനും നമ്മളുടെ പതാകക്കകത്ത് എന്ന് നമ്മൾ അറിയണം. അന്ന് 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നേതാക്കന്മാരും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ 77 വർഷക്കാലം ഈ രാജ്യം ഒന്നായി നടന്നു തീർത്തത്. 70% ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതുപോലെ തന്നെ ഈ രാജ്യം എന്ന് പറയുന്നത് 0.001% മാത്രമുള്ള പാർസിക്ക് കൂടിയാണ് എന്നുള്ളിടത്താണ് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പാരമ്പര്യം നിൽക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് കഴിഞ്ഞ 77 വർഷക്കാലം ഒരുമിച്ച് നടന്നു തീർക്കാൻ സാധിച്ചത്. അതിന് വഴിവെളിച്ചമായി മാറിയ ആളുകളുടെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് നമ്മൾ അറിയുക. ആ നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്താൻ, ആ നെഹ്റുവിനെ അപനിർമ്മിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെ മാത്രം ചുമതലയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ഈ രാജ്യത്തെ ഓരോ മനുഷ്യൻ്റെയും, ഈ രാജ്യത്തെ ഓരോ മതേതരവാദിയുടെയും, ഈ രാജ്യം ഇനിയും ഒരു 77 വർഷക്കാലം കൂടി നടന്നു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ചുമതലയാണ്, ബാധ്യതയാണ് എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള എളിയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കാൻ സബർമതി അക്കാദമി എന്ന് പറയുന്ന ഒരു കൊച്ചു സംരംഭം മുന്നിട്ടിറങ്ങിയത്. ഇത് ഞങ്ങളുടെ ഒരു എളിയ ശ്രമമാണ്. ഈ ശ്രമത്തിനകത്ത് വരും കാലത്തും നമ്മൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ഒരുപാട് ദേശീയ നേതാക്കളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്, പുതിയ വർത്തമാനകാലത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അറിയാനുണ്ട്, നമ്മളുടെ നിലപാടുകൾ നമ്മൾക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾക്ക് സ്തബ്ധരായി നിൽക്കാൻ സാധ്യമല്ല, നമ്മൾക്ക് നിർനിമേഷരായി നോക്കി നിൽക്കാൻ സാധ്യമല്ല. മറിച്ച് ചരിത്രത്തെ ഉൾക്കൊള്ളാനും ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആ വലിയ ഊർജത്തിൻ്റെ പുറത്ത് നമ്മൾ വർത്തമാനകാലത്തോടി പുതിയ ഭാവിയിലേക്ക് സഞ്ചരിക്കാനും നമ്മൾക്ക് സാധിക്കാനാണ് ഈ വഴിവെളിച്ചങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് കൂടെ ഉണ്ടാകണമെന്ന് ഓരോ മനുഷ്യരോടും അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയത്. ഓൺലൈനിലല്ലെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾക്ക് ഓഫ്ലൈനിലും ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ ഓരോരുത്തരോടും, നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.